Political Grand Finale, co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. നമസ്കാരം. രാജ്യം നാലാംഘട്ട വിധിയെഴുത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. 10 സംസ്ഥാനങ്ങളിലെ 96 ലോക്സഭാ സീറ്റുകളിലേക്കാണ് അടുത്ത ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 13-ാം തീയതിയാണ് വോട്ടെടുപ്പ്. 3 ഘട്ടങ്ങൾ പൂർത്തിയായതോടെ 284 സീറ്റുകളിലെ വിധി നിർണയിച്ചു കഴിഞ്ഞു. 543 സീറ്റുകളിലേക്ക് ബാക്കിയുള്ളത് 259 മണ്ഡലങ്ങൾ കൂടിയാണ്. 4ാം ഘട്ട വോട്ടെടുപ്പോടുകൂടി ഇവിടെയും പൂർത്തിയാകുന്നത്. അതിനിടെയാണ് BJPക്ക് തലവേദനയായി ഹരിയാനയിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തത്. 3 സ്വതന്ത്ര MLA-മാർ പിന്തുണ പിൻവലിച്ചതോടെ ഭൂരിപക്ഷം നഷ്ടമായ സർക്കാരിനെ നിലനിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് BJP. നിരവധി പ്രതിപക്ഷ MLA-മാരുടെ പിന്തുണ സർക്കാരിനുണ്ട് എന്ന അവകാശവാദവുമായി BJP നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മനോഹർ ലാൽ ഖട്ടാർ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ BJP സർക്കാരിനെ താഴെയിറക്കാൻ കോൺഗ്രസിന് പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് JJP രംഗത്തെത്തി. തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണെന്ന് JJP നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ ദുഷ്യന്ത് ചൗട്ടാല പറയുന്നു. ഇന്ന് പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ ചർച്ച ചെയ്യുന്നതാണ് ഹരിയാനയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ 4ാം ഘട്ട വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യവുമാണ്. എന്നോടൊപ്പം പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ കൂടിയായ R. കിരൺ ബാബുവും ചേരുന്നുണ്ട്. ഒപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സിബി സത്യനും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. റൈറ്റ്, ആദ്യം തന്നെ നമ്മൾ ഹരിയാനയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. R. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, സാധാരണ നിലയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു പ്രതിസന്ധി എന്നത് അപ്രതീക്ഷിതമാണ് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം, അസാധാരണവുമാണ്. നമുക്ക് ആ ഡീറ്റെയിൽസിലേക്കും ആ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കുമാണ് പോകേണ്ടത്. ആ സാഹചര്യത്തിലേക്ക് തന്നെയുള്ള ചോദ്യങ്ങളിലേക്കാണ് ഞാൻ കിരണിലേക്കും എത്തുന്നത്. അതിനു മുമ്പ് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടി അനിവാര്യതയാണ്. അവിടെ ഹരിയാനയിലേക്ക് പോകുമ്പോൾ ഹരിയാനയിൽ നിലവിൽ ആകെ ഉള്ളത് 90 നിയമസഭാ സീറ്റുകൾ ആണ്. അതിലിപ്പോൾ 2 ഒഴിവുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ കണക്കാക്കുമ്പോൾ നമുക്ക് 88 സീറ്റുകൾ എന്നതാണ് ഇപ്പോഴത്തെ ഹരിയാനയിലെ സീറ്റ് നില. ഇതിൽ നിലവിൽ, അതായത് സർക്കാരിന് ഇപ്പോൾ പിന്തുണ പിൻവലിക്കുന്നു, അതായത് എപ്പോഴാണ് സർക്കാർ പ്രതിസന്ധിയിലായത് എന്നതിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. നിലവിൽ 3 സ്വതന്ത്രർ ഹരിയാനയിലെ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ്. സർക്കാരിന് 90 സീറ്റുകൾ ആണ് ആകെയുള്ളത്. അതിൽ നിലവിൽ സർക്കാരിനുള്ള പിന്തുണ 3 സ്വതന്ത്രർ പിൻവലിക്കുന്നതോടുകൂടിയാണ് ആ പകുതി ഭൂരിപക്ഷം എന്നത്, അല്ലെങ്കിൽ ആ മാജിക് നമ്പർ എന്നതിലേക്ക് എത്തിപ്പെടാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഒരിക്കൽ കൂടി ആ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഈ 3 സ്വതന്ത്രർ അവരുടെ പിന്തുണ പിൻവലിക്കുമ്പോൾ എന്താണ് നിലവിലെ സാഹചര്യം? ഇതാ കിരൺ, നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതനുസരിച്ച് ഭരണപക്ഷത്തിന് 42 MLA-മാരുടെ പിന്തുണയാണുള്ളത്. അതിൽ BJP ആണ് 40 അംഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത്, HLP 1, സ്വതന്ത്രർ 1. അതേസമയം ഇനി മറുഭാഗത്ത്, അതായത് 3 സ്വതന്ത്രർ പിന്തുണ പിൻവലിച്ചതോടുകൂടി പ്രതിപക്ഷത്തിന്റെ അംഗസംഖ്യ 46ലേക്ക് എത്തുന്നു. കോൺഗ്രസ് 30, JJP 10, INLD 1, സ്വതന്ത്ര 5. ഇങ്ങനെയാണ് മറുഭാഗം ഭരണപക്ഷത്തിന് എതിരെ നിൽക്കുന്നവർ ഭൂരിപക്ഷമായി മാറുന്നത്. കിരൺ, നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനോഹർ ലാൽ ഖട്ടാറിന്റെ പ്രതികരണം വന്നിട്ടുള്ളത് അവിടെ രാഷ്ട്രീയ പ്രതിസന്ധിയൊന്നുമില്ല, പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള പലരും ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. ആ ഉറപ്പ്
അത് ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു ഉറപ്പാണോ, അതിനപ്പുറം രാഷ്ട്രീയമായ ഒരു പ്രതികരണമായി കണ്ടാൽ മതിയോ അതിനെ? അഭിലാഷ് ആദ്യം പറഞ്ഞാണ് ഏറ്റവും പ്രധാനം. സാധാരണഗതിയിൽ ഇത്തരം പ്രതിസന്ധികൾ ഇത്തരം നിർണായക ഘട്ടത്തിലൊക്കെ ഉണ്ടാവുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലത്തല്ല, അത് വരുന്നതിന് മുന്നോടിയായി തന്നെ കോൺഗ്രസിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കളെയും BJP സ്വന്തം പാളയത്തിലൊക്കെ എത്തിച്ചു. അത് പലതരത്തിലേക്കുള്ള ഭീഷണിയുണ്ട്, അല്ലെങ്കിൽ വാഗ്ദാനങ്ങളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള എന്തായാലും അസാധാരണമായ നീക്കങ്ങളിലൂടെയാണ് പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം എത്തിച്ചത്. BJPയെ സംബന്ധിച്ച് BJPയുടെ എവിടെയെങ്കിലും ഭരണം നടക്കുന്നിടത്ത് അങ്ങനെ ഒരു പ്രതിസന്ധി എവിടെയും ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ് BJPക്ക് ഹരിയാനയിൽ നേരിടേണ്ടി വന്നത്. ഹരിയാനയിൽ ഒരു കാലത്ത് കോൺഗ്രസിന്റെ വലിയ ഭൂപീന്ദർ സിംഗ് ഹൂഡ മുഖ്യമന്ത്രിയായിട്ടൊക്കെ ഇരുന്ന സ്ഥലമാണ്. അവിടെയാണ് മനോഹർ ലാൽ ഖട്ടർ വന്നിട്ട് അവിടെ BJP കോൺഗ്രസിൽ നിന്ന് അധികാരം 2014 അധികാരം പിടിച്ചെടുക്കുന്നു. അതിനുശേഷം BJPയുടെ ഒരു വലിയ നേട്ടം, BJPയെ സംബന്ധിച്ച് കോൺഗ്രസിനും BJPയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഈ ഹരിയാന എന്ന് പറയുന്നത് താവു ദേവിലാൽ എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ജാട്ട് വംശജരുടെ ഏറ്റവും വലിയ നേതാവും പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്ന ആ ദേവിലാലിന്റെ സ്ഥലം കൂടിയാണ് ഈ ഹരിയാന എന്ന് പറയുന്നത്. അവിടെ ജാട്ട് രാഷ്ട്രീയത്തിന് എല്ലാ കാലവും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷേ ജാട്ട് രാഷ്ട്രീയം ഒരു ഘട്ടത്തിൽ അഴിമതിയിലേക്കും, അത് പ്രത്യേകിച്ച് ഈ കുടുംബ ഭരണമായിരുന്നു. ഇപ്പോഴത്തെ ഈ ദുഷ്യന്ത് സിംഗ് എന്ന് പറയുന്നത് ദേവിലാലിന്റെ കൊച്ചുമകന്റെ മകൻ, ദേവിലാലിന്റെ മകൻ ഓംറാഷ് ചൗത്താല, JJP നേതാവ് ഓംറാഷ് ചൗത്താലയുടെ കൊച്ചുമകനാണ് ഈ ദുഷ്യന്ത് സിംഗ് ചൗത്താല എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് അവരെല്ലാം ഒതുക്കിയാണ് BJP വലിയൊരു ശക്തിയായിരുന്നത്. പക്ഷേ BJPക്ക് ഇപ്പോൾ അവിടെ വീണ്ടും ഒരു തിരിച്ചടി. അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJPയാണ്. അങ്ങനെയുള്ള BJPക്കാണ് ഇപ്പോൾ ഈ ഭരണം. അതിപ്പോൾ പക്ഷേ ഈ ഭരണത്തിന് തിരിച്ചടി യഥാർത്ഥത്തിൽ ഇത് നമുക്ക് അങ്ങനെ BJPയുടെ ഒരു ആത്മവിശ്വാസം പൂർണ്ണമായും നമുക്ക് പെട്ടെന്ന് തള്ളിക്കളയാനില്ല, അംഗീകരിക്കാൻ കൂടി പ്രയാസമുണ്ട്. കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ സഖ്യമുണ്ടായി, BJP JJP സഖ്യമുണ്ടായി. ആ 10 സീറ്റുകളിലേക്ക് INLD ദുഷ്യന്ത് സിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ തന്നെ 36 വയസ്സ് മാത്രമേ ഉള്ളൂ. ഹരിയാന ഉപമുഖ്യമന്ത്രി ചൗത്താലയുടെ ഓംപ്രകാശ് ചൗത്താലയുടെ കൊച്ചുമകൻ, ദേവിലാലിന്റെ കൊച്ചുമകന്റെ മകൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം INLDയുമായി അമ്മാവനുമായി തെറ്റിയിട്ടാണ്, അജയ് സിംഗ് ചൗത്താലയുമായി തെറ്റിയാണ് അദ്ദേഹം ഈ JJP എന്ന് പറഞ്ഞ ജനതാ പാർട്ടി എന്നുള്ളത്. ജനനായക് എന്ന പേര് തന്നെ താവു ദേവിലാലിനെ അവിടെ ജനനായകനാണ് ദേവിലാൽ അങ്ങനെയാണ് വിളിച്ചത്. ജനനായകൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. ജയപ്രകാശ് നാരായണനെ ജനനായകൻ എന്ന് വിളിച്ചതുപോലെ തന്നെ ദേവിലാലിനെയും ജനനായകൻ എന്നാണ് വിളിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ കൂടി വരുത്തിട്ടാണ് ഈ JJP വരുന്നത്. ഈ JJP 10 സീറ്റുള്ള JJP ഒരു പ്രധാന കക്ഷിയായി നിൽക്കുന്നു. 40 സീറ്റുള്ള BJP. അപ്പൊ 40, 10, 50 ബാക്കി സ്വതന്ത്രന്മാരുടെ പിന്തുണ. ഇങ്ങനെയായിരുന്നു ഈ 90-അംഗ നിയമസഭയിൽ BJP ആധികാരികമായ ഭൂരിപക്ഷത്തോടുകൂടി പറ്റിക്കൊണ്ടിരുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് അവിടെ JJPയും BJPയും തമ്മിലുള്ള തർക്കത്തിലേക്ക് വന്നത്. കാരണം BJP ഭരണത്തിലൊക്കെ ഇരിക്കുമ്പോഴും JJPയുടെ കഴിഞ്ഞ പ്രാവശ്യം വോട്ടിംഗ് ശതമാനമൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. JJPക്ക് 14.84% വോട്ട് ഉള്ള പാർട്ടിയാണ്. BJPയുടെ ഏകദേശം പകുതിയിലേറെ വോട്ട് ഉള്ള ഒരു പാർട്ടിയാണ് JJP. അപ്പോൾ JJPയെ സംബന്ധിച്ച് BJP അർഹമായ ഒരു വിഹിതം നൽകുന്നില്ല എന്ന് പറയുന്നത് BJPയുടെ സാധാരണ രീതി അനുസരിച്ച് ഇത്തരം സഖ്യകക്ഷികളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് സഖ്യകക്ഷികൾ കാണില്ല, അവർ ഒറ്റയ്ക്ക് BJP ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഈ പിന്നെ 10-36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇതിന്റെ രാഷ്ട്രീയ ഭാവി ഇനിയും ഒട്ടേറെ ഉണ്ട്. വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ചെറുപ്പകാലത്ത് തന്നെ MP ആയി, MLA ആയി, ഉപമുഖ്യമന്ത്രിയായി, ആ രാഷ്ട്രീയ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അത് രാഷ്ട്രീയത്തിൽ ജനിച്ച് രാഷ്ട്രീയത്തിൽ വളർന്ന ഒരാളാണ്. അതിന്റെ എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന ഒരാൾ കൂടിയാണ്. അവിടെ ഇപ്പോൾ തർക്കത്തിൽ വന്ന് അവർ ഇതിൽ നിന്ന് മാറുന്നു. ഇതിൽ നിന്ന് മാറിയതിനു ശേഷവും BJP സ്വതന്ത്രന്മാരെ പിന്തുണയോടുകൂടി അധികാരത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ BJP അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വന്ന് വെല്ലുവിളിച്ചാലൊന്നും ഞങ്ങൾ BJP ഒന്നും തകരില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മനോഹർ ലാൽ ഖട്ടർ മാറി സൈനി മുഖ്യമന്ത്രിയാവുന്നത്. ആ സ്വാഭാവികമായി അവർ ഒരുമിച്ചൊക്കെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ BJPക്ക് ഉണ്ടായത്. BJPയുടെ ശക്തിയല്ല. അവിടെയാണ് ഇവർ സമർത്ഥമായി 3 സ്വതന്ത്രന്മാരുടെ പിന്തുണ പിൻവലിച്ചത്. ഇപ്പോൾ BJP അവകാശപ്പെടുന്നത് ഇനിയിപ്പോൾ ഈ JJPയെ തന്നെ പിളർത്തി, അല്ലെങ്കിൽ കോൺഗ്രസിനെ തന്നെ പിളർത്തി, അത് എങ്ങനെയാണ് എന്ന് പറയുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് പ്രതിപക്ഷത്ത് നിന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ MLA-മാരുണ്ട്. അത് BJP പലപ്പോഴും തെളിയിച്ചിട്ടുള്ളത്. അതാണല്ലോ, അതായത് ഇത്തരത്തിൽ വിശ്വാസ വോട്ടെടുപ്പ് നടക്കുമ്പോൾ JJPയിലെ വിമതർ തങ്ങൾക്കൊപ്പം നിൽക്കും. അങ്ങനെ ഇതിനു മുമ്പ് വിശ്വാസ വോട്ടെടുപ്പ് ഒക്കെ നടന്നപ്പോൾ തങ്ങളെ പിന്തുണച്ചവരല്ല, മറിച്ച് എതിർചേരിയിലുള്ളവരാണ് അനുകൂലിച്ച് വോട്ട് ചെയ്തത് എന്ന ആത്മവിശ്വാസം കൂടിയാണ് BJP പുലർത്തുന്നത്. കഴിഞ്ഞ തവണ സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടിയാണ്. സ്വതന്ത്രന്മാരെ സമർത്ഥമായി സ്വന്തം പോക്കറ്റ് എത്തിക്കാൻ BJP കഴിഞ്ഞു. ആ കാര്യത്തിൽ അത്ര ഇലക്ഷൻ പൊളിറ്റിക്സിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശേഷിയുള്ള പാർട്ടിയും അത്തരം തന്ത്രങ്ങൾ തെളിയിച്ചിട്ടുള്ള പാർട്ടി BJP ആണ്. പക്ഷേ ഇവിടെ BJP അങ്ങനെ ഇവർ ഒരു തർക്കത്തിലേക്ക് പോയി. പ്രധാനപ്പെട്ട ഒരു പാർട്ടി അവിടെ BJP കോൺഗ്രസ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പാർട്ടി JJP ആണ്. JJP അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇവരെ തള്ളിക്കളയാം എന്ന് ഒരു ധാരണയിൽ നിന്ന സമയത്താണ് JJP സാധാരണഗതിയിൽ സംഭവിക്കാത്ത രീതിയിലേക്ക് BJPക്ക് ഒരു അറ്റാക്ക് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു തെളിവ് കൂടിയാണ്. കോൺഗ്രസിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കളിച്ചത് ദുഷ്യന്ത് സിംഗ് ആയിരുന്നു. ദുഷ്യന്ത് സിംഗ് ചൗത്താലയുടെ ഒരു കളി കൂടിയാണ് ഇതിൽ പ്രധാനമായി വന്നതാണ്. അതിനുശേഷം അദ്ദേഹം സ്വതന്ത്രമായി തന്നെ മുന്നോട്ട് വന്ന് പറയുകയാണ്, ഈ
കോൺഗ്രസ് ഭൂപീന്ദർ സിംഗ് ഹൂഡ പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹൂഡയുടെ അവിശ്വാസ പ്രമേയത്തിനൊപ്പം ഞങ്ങൾ നിൽക്കുമെന്ന് വെച്ചാൽ കോൺഗ്രസ് പോലും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നേ പറ്റൂ, നിങ്ങൾ ഇനി ഭയക്കേണ്ടതില്ല, ഞങ്ങൾ മറ്റൊരു വിലപേശലിനല്ല, ഞങ്ങൾ സമർത്ഥമായ രാഷ്ട്രീയത്തിലേക്ക് ഈ സ്വതന്ത്രം 3 പേര് പിന്തുണ കൊടുത്തത് കോൺഗ്രസിനാണ്. അപ്പോൾ അത് വളരെ സമർത്ഥമായ രീതിയിലേക്ക് JJP തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഒക്ടോബറിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ദുഷ്യന്ത് സിംഗിന്റെ പ്രശ്നം, ഇപ്പോൾ ചൗത്താലയുടെ പ്രശ്നം യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിന്റെ എണ്ണമൊന്നുമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ രാഷ്ട്രീയ സാഹചര്യം അതാണല്ലോ ഏറ്റവും പ്രധാനം. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളാണ് ഉള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം തൂത്തുവാരിയ സീറ്റുകളുമാണ്. അവിടെ JJPയെ പോലൊരു പാർട്ടിക്ക്, ഇപ്പോൾ കിരൺ സൂചിപ്പിച്ചതുപോലെ 14% വോട്ടുള്ള പാർട്ടിക്ക് സീറ്റുകൾ നൽകാനാവില്ല എന്ന തരത്തിലുള്ള നിലപാടെടുക്കുന്നു. അവിടെ തുടങ്ങിയ തർക്കമാണെങ്കിലും JJP ലക്ഷ്യം വെക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് കിരൺ പറഞ്ഞു വെക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. റൈറ്റ്, ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ JJP ഒരു നീക്കം നടത്തുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് നമ്മൾ സൂചിപ്പിച്ചു. അവിടുത്തെ ഹരിയാനയിലെ ലോക്സഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ച ആ ഡേറ്റകൾ ഒരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എന്നത് 10ആണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതാകട്ടെ ഈ അടുത്തൊന്നുമല്ല, 6ാം ഘട്ടത്തിൽ ആണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സമയപരിധിയുണ്ട്. അതിനിടയിലാണ് ഈ രാഷ്ട്രീയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെ അതിജീവിക്കേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്തം BJPക്കുണ്ട്. വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് മെയ് 25-നാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിനുള്ളിൽ ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുമോ, അല്ലെങ്കിൽ സ്വതന്ത്രരായ MLA-മാരെ സ്വന്തം തട്ടകത്തിലേക്ക് എത്തിക്കുമോ, ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഒപ്പം നമുക്ക് ആ 10 ലോക്സഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് വളരെ പെട്ടെന്ന് പരിശോധിക്കാം. അവിടെ അംബാല, ഫരീദാബാദ്, ഹിസാർ, കുരുക്ഷേത്ര, സർസ എന്നിങ്ങനെയുള്ള മണ്ഡലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഭിവാനി, ഗുർഗാവ്, കർണൽ, റോഹ്തക്, സോനിപട്ട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങൾ എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ആണ്. കിരൺ, ഇതാ BJP മുഴുവൻ സീറ്റുകളിലും വിജയിച്ചിട്ടുണ്ട്. കോൺഗ്രസിനോ BSPക്കോ INLDക്കോ ഒന്നും തന്നെ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞു പോയത്. ഇവിടെയാണല്ലോ ഈ പ്രതിസന്ധി പറയുന്നത്. എങ്കിൽ പോലും കിരൺ പറഞ്ഞു വെക്കുന്നത് ഇതല്ല യഥാർത്ഥ പ്രതിസന്ധി, നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിലയിരുത്താൻ സാധിക്കുന്നത്? അഭിലാഷ്, ഇപ്പൊ യഥാർത്ഥത്തിൽ JJPയെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു സീറ്റ് ഒരെണ്ണം കൂടിയതുകൊണ്ടോ ഒരെണ്ണം കുറഞ്ഞതുകൊണ്ടോ ഏതെങ്കിലും വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഇനി ഒക്ടോബറിൽ ഇനി വരാൻ പോകുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നാണ് ഹരിയാനയിലേത്. മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഡൽഹിയിൽ ഇപ്പൊ ആ ഇലക്ഷൻ മൂഡിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോൾ BJP തന്നെ പറയുന്നത് ഇനി 6 മാസം കൂടിയില്ല, പിന്നെ എന്തിനാണ് ഒരു അവിശ്വാസ പ്രമേയോ അല്ലെങ്കിൽ മറ്റേ നടത്തേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളൊരു മട്ടിലേക്കൊക്കെയാണ് നിൽക്കുന്നത്. BJP തന്നെ പ്രധാനപ്പെട്ട അഭിപ്രായം വരുന്നത്. പുതിയൊരു മന്ത്രിസഭ വന്നാൽ തന്നെ 6 മാസത്തെ തയ്ക്കാൻ ഇല്ല എന്നുള്ള. അപ്പോൾ ഈ 6 മാസത്തിനുള്ളിൽ നടക്കേണ്ട, ഒക്ടോബറിൽ നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ സഖ്യകക്ഷിയായ BJPയുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ JJPയെ സംബന്ധിച്ച് JJPയുടെ പ്രധാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അവിടുത്തെ കർഷകരാണ്, പ്രത്യേകിച്ച് ജാട്ട് കർഷകരാണ്. ഈ ഡൽഹിയിൽ നടന്ന, അഭിലാഷൊക്കെ നേരിട്ട് അറിയാമല്ലോ, ഡൽഹിയിൽ നടന്ന ഈ വലിയ സമരങ്ങളിലൊക്കെ, ഈ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരങ്ങളൊക്കെ വിജയിപ്പിക്കുന്നത് ജാട്ടുകളാണ്. ജാട്ടുകൾ എന്ന് പറയുന്നത്, ജാട്ട് കർഷകർ എന്ന് പറയുന്നത് കർഷക തൊഴിലാളികൾ മാത്രമല്ല, അവർ ഭൂ ഉടമകൾ കൂടിയാണ്. ഏക്കർ കണക്കിന് ഭൂമിയുള്ള കർഷകർ കൂടിയാണ്. സാധാരണ ഈ കേരളത്തിലെ അല്ലെങ്കിൽ കർഷകർ എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ രീതി കർഷകർ പ്രത്യേകിച്ച് ഭൂ ഉടമകളായി നിൽക്കുന്നു, കർഷക തൊഴിലാളികൾ മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. ദക്ഷിണേന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. ഭൂ ഉടമകളായി നിൽക്കുന്നു, തൊഴിലാളികൾ അവിടെ ജോലി എടുക്കുന്നു. പക്ഷേ ഹരിയാനയിൽ അങ്ങനെയല്ല. ഇവർക്ക് തന്നെ യഥാർത്ഥത്തിൽ പഞ്ചാബ് ഹരിയാനയിലെ പ്രത്യേകത, ഈ കർഷകർ തന്നെ യഥാർത്ഥത്തിൽ കർഷക തൊഴിലാളികൾ എന്നുകൂടി പറയാവുന്ന കർഷകരാണ്. പക്ഷെ ഇവരെല്ലാം ഭൂമിയുടെ ഉടമകളാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായ രീതിയിലോ
അല്ലെങ്കിൽ സർക്കാർ രംഗത്ത് മാത്രമാണ് ഇവർ പിന്നാക്കാവസ്ഥയുള്ളത്. ബാക്കി എല്ലാ മേഖലകളിലും മുന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി വലിയ തോതിൽ മുന്നോക്കം നിൽക്കുന്ന, പിന്നെ അധികാരത്തിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അവരുടെ വസ്ത്രങ്ങൾ. ഡൽഹിയിലെ കർഷക സമരത്തിൽ അവിടെ എന്തിനാണ് ജിമ്മ്, അവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളാണെന്നൊക്കെയുള്ള തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കണം, ഉത്തരേന്ത്യയിലെ ഈ കർഷകരാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തെ ഇപ്പോഴും നിലനിർത്തുന്നത്. നമുക്ക് ഭക്ഷണം തരുന്നത്. ഇവരാരും അവരുടെ അടിസ്ഥാനപരമായ ജോലി കൃഷിയാണ്. അവർ എല്ലാ തരത്തിലും കൃഷി വിട്ട് മറ്റൊരു കച്ചവടത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങളെ പോലെയല്ല. ഇവരുടെ അടിസ്ഥാനപരമായ ജോലി എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പൊ കൃഷിയുടെ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ വല്ലാതെ പ്രതികരിക്കും. അത്തരമൊരു ശക്തമായ എതിർപ്പ് BJP സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഉത്തരേന്ത്യയിലെ കർഷകർക്കിടയിലുണ്ട്. ആ കർഷകർക്കിടയിലുള്ള എതിർപ്പ് വെച്ചുകൊണ്ട് അവരെയും BJPയുമായി ചേർന്നാണ് ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ പോകുന്നതെങ്കിൽ സ്വാഭാവികമായും JJPക്ക് അവിടെ ഒരു കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇത് INLD പിളർന്നു വന്ന ഒരു പാർട്ടി കൂടിയാണെന്ന് ആലോചിക്കണം. INLDയുടെ ബേസ് ഒന്ന് തന്നെയാണ്. ഇതെല്ലാം ദേവിലാലിന്റെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ഉണ്ടാക്കിയ പാർട്ടിയാണ്. ആ ബേസ് ഇപ്പോഴും അത് തന്നെയാണ് എന്നത് ആലോചിക്കണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ JJP എന്ന് പറയുന്ന പാർട്ടിക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കൃത്യമായ ഒരു അജണ്ട മുന്നോട്ട് വെക്കുകയും ലോക്സഭ സീറ്റ് തർക്കത്തിന്റെ പുറത്തേക്ക് വരുന്നു എന്ന് മാത്രമല്ല, സീറ്റ് തർക്കത്തിന്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ JJPയെ തള്ളിക്കളഞ്ഞാൽ ഹരിയാന രാഷ്ട്രീയത്തിൽ ഒന്നും സംഭവിക്കാനില്ല എന്ന BJPയുടെ ധാരണയെ, അല്ലെങ്കിൽ അത്തരം BJPക്ക് മറ്റെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായ ഒരു വലിയൊരു അപ്രമാദത്തെ കൃത്യമായി അതിന്റെ ഉച്ചാന്തലയ്ക്ക് തന്നെ അടികൊടുക്കുകയാണ് ഈ ദുഷ്യന്ത് സിംഗ്. അതായത് പലപ്പോഴും BJP ചെയ്യുന്ന ചെറു പാർട്ടികളെ വിഴുങ്ങുന്നു എന്ന സ്വഭാവം അത് JJPയും ഭാവിയെ നേരിടേണ്ടി വരും. ചെറുപ്പക്കാരനായ ചൗട്ടാലയ്ക്ക് അത് ഭാവിയിൽ വലിയ നഷ്ടവുമായിരിക്കും. വിഴുങ്ങുക എന്നത് മാത്രമല്ല, ഇവരുടെ വോട്ട് ബാങ്കിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ കേന്ദ്ര സർക്കാർ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കർഷകർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇവരുടെ അടിസ്ഥാനപരമായ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ജാട്ട് വോട്ട് ബാങ്കാണ്, കർഷക വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്കിനെ തനിക്കൊപ്പം ഇനി കർഷകരുടെ നേതാവ്, വരാൻ പോകുന്ന നേതാവ് ദുഷ്യന്ത് സിംഗ് ആണ് തെളിയിക്കേണ്ടത്. 36-കാരനായ ദുഷ്യന്ത് സിംഗിനെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആവണം അദ്ദേഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇവിടെ BJPക്കെതിരെ ആ മന്ത്രിസഭയിൽ നിന്ന് ഇത്രകാലം ഉപമുഖ്യമന്ത്രിയായിരുന്ന മന്ത്രിസഭയിൽ നിന്ന് പിൻവാങ്ങുന്നു. കോൺഗ്രസിനോട് അങ്ങോട്ട് എന്ന് കോൺഗ്രസ് അവിശ്വാസം കൊണ്ടുവന്നാൽ ഞങ്ങൾ പിന്തുണ നൽകാം എന്ന് പറയുന്നു. BJPക്കെതിരായ BJP സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കങ്ങളിലേക്ക്, എന്ന് വെച്ചാൽ താൻ ഈ രാഷ്ട്രീയത്തിൽ ശക്തനാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഹരിയാന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ചെറിയ സംസ്ഥാനമാണെങ്കിലും ഇന്ത്യയിലെ തലപ്പൊക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ അപ്പുറത്ത് മനോഹർലാൽ ഖട്ടർ ഒക്കെ നിൽക്കുന്ന സ്ഥലത്താണ് നേരെ ചെന്നിട്ട് അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ആ മന്ത്രിസഭ, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മന്ത്രിസഭയെ പ്രതിസന്ധിയിലാക്കി നിർത്താൻ കഴിഞ്ഞു എന്നത് ഒരു രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ഈ ദുഷ്യന്തിന്റെ നേട്ടമായി തന്നെ, അല്ലെങ്കിൽ അത് പ്ലസ്സായി തന്നെ നമുക്ക് പറയാം. അവിടെ കിരൺ, രണ്ട് സംശയങ്ങൾ എനിക്ക് ഉന്നയിക്കാനുള്ളത്. ഒന്ന്, നിലവിൽ 40 സീറ്റുകളുള്ള BJPയെ സംബന്ധിച്ചിടത്തോളം ഈ JJPയുടെ ഈ വിലപേശൽ അല്ലെങ്കിൽ JJPയുടെ നിലപാട് ഒരു സൂചകമാണല്ലോ. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്തണം എന്നുള്ളത്. മറുഭാഗത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചൗത്താല ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഞങ്ങൾ ഒരുക്കമാണ് പിന്തുണയ്ക്കാൻ, തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണെന്നാണ്. അവിടെയും കോൺഗ്രസിന് കൃത്യമായൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നുണ്ടോ? അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാഠമാക്കാൻ സാധിക്കുമോ? ഇപ്പോൾ തെലങ്കാനയിലൊക്കെ കണ്ടതുപോലെയുള്ള ഒരു മാറ്റമൊക്കെ അതിന് പറ്റുന്നൊരു രാഷ്ട്രീയ ഭൂമിയായി അവിടെ മാറിയിട്ടുണ്ടോ? ഈ യഥാർത്ഥത്തിൽ ഈ ഹരിയാന എന്ന് പറയുന്നത് കോൺഗ്രസിന് പരമ്പരാഗതമായി തന്നെ വളരെ കുറവുള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ തവണ BJP മത്സരിക്കുമ്പോൾ BJP ഇപ്പോൾ ഈ 400+ എന്ന് പറയുന്ന അജണ്ട വെച്ചതുപോലെ 90-ൽ 70+, BJP അങ്ങനെ 70+ എന്ന അജണ്ട വെച്ച് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും BJP ഭരണമല്ലാതെ മറ്റൊരു ഭരണം വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നത്. BJPക്ക് വലിയ നേട്ടമുണ്ടാകും, ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടും എന്നൊക്കെ ഉള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷെ അവിടെയാണ് ഈ ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്കൊപ്പം കുമാരി ഷെൽജ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസ് നേരെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് നിയോഗിക്കുന്നു. ഇവർ രണ്ടുപേരെയും കൂടെ നേതൃത്വത്തിലേക്ക് അവിടെ ഒരു വലിയ മത്സരം വരുന്നു. കോൺഗ്രസ് അവിടെ ഒരു വലിയ നേട്ടമുണ്ട്. കോൺഗ്രസിന് നേട്ടമുണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഈ INLDയുടെ വോട്ട് ബാങ്കും ആണ് കൃത്യമായി ജാട്ട് വോട്ട് ബാങ്കാണ് തകർന്നു പോയത്. അല്ലാതെ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് INLDക്ക്. അത് പിന്നീട് പിളർപ്പുണ്ടാവുന്നു. ഈ പറയുന്ന പോലെ JJP എന്നൊരു പാർട്ടി ഉണ്ടാകുന്നു. അടിസ്ഥാനപരമായി കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കി. പക്ഷേ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം
ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിക്കുന്നില്ല. ബി ജെ പിക്ക് അവിടെ ജെ ജെ പിയുടെ പിന്തുണയോടുകൂടി ജെ ജെ പിയുടെ സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടി ജെ ജെ പി ഭരിക്കുന്നു. ഇനിയും ഈ തരത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജെ ജെ പിയെ സംബന്ധിച്ച് മുന്നോട്ട് പോകുന്നതിന് അല്ലെങ്കിൽ ഈ ജാട്ട് വോട്ട് ബാങ്കോ അല്ലെങ്കിൽ കർഷക വോട്ട് ബാങ്കോ നിലനിർത്തുന്ന തടസ്സമുണ്ട്. കോൺഗ്രസിന് മുന്നിൽ സമാനമായ വെല്ലുവിളിയുണ്ട്. കോൺഗ്രസിന് മുന്നിൽ സമാനമായ വെല്ലുവിളി എന്ന് പറയുന്നത് ജെ ജെ പിയെ ഒപ്പം കൂട്ടിക്കഴിഞ്ഞാൽ ജെ ജെ പി ഒപ്പം കൂട്ടിയാൽ ജെ ജെ പി എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും. ഏത് സമയത്തും ജെ ജെ പിയുടെ ഭാഗത്തു നിന്ന് ബി ജെ പിയിലേക്ക് മാറാനുള്ള സാധ്യത, അധികാര വിലപേശലിനുള്ള സാധ്യത, അത് പരമ്പരാഗതമായി തന്നെ ഈ ആളുകൾ പറയുന്നത് പോലെ ഇവരുടെ ഓംപ്രകാശ് ചൗത്താല ആയാലും ദേവിലാലിന്റെ കാലം മുതൽ ഈ വിലപേശൽ രാഷ്ട്രീയം കൂടി ചേർന്നതാണ് ഹരിയാനയിലെ ഈ ജാട്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് എല്ലാ കാലത്തും അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയോട് കൂറു പുലർത്തി നിൽക്കുകയോ അല്ലെങ്കിൽ മാറിപ്പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. താൽക്കാലിക അധികാരത്തിന് വേണ്ടിയും ഒക്കെ പലപ്പോഴും മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ വെല്ലുവിളിയാണ്. പക്ഷേ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിന് വേണമെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റിലും പരാജയപ്പെട്ടെങ്കിൽ അവിടെ ഇവരുടെ സഹായത്തോടു കൂടി, എന്നാൽ ഇനിയിപ്പോൾ കോൺഗ്രസിനെ അവിടെ ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഒരു പരിധി വരെ ജെ ജെ പിക്ക് കൂടിയുണ്ട്. എന്നാൽ ബി ജെ പി അവിടെ പരമാവധി സീറ്റുകൾ പരാജയപ്പെടുത്തുന്ന ഉത്തരവാദിത്തം ജെ ജെ പിക്ക് ഉണ്ട്. ഈ സ്വതന്ത്രന്മാരെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നില്ല. അവിടുത്തെ ഇവരെല്ലാം ഓരോരോ ചെറിയ ചെറിയ പാർട്ടികളാണ്. അതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഏകദേശം അവർക്കൊരു 9-10% വോട്ടുണ്ട്. അപ്പോൾ ഇവർ കൂടി ചേർന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിന് ഈ തരത്തിൽ ചിലപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് തന്ത്രപൂർവ്വം കോൺഗ്രസിന് സ്വാഭാവികമായും ഉപയോഗിക്കേണ്ടി വരുന്നൊരു ഘട്ടം കൂടിയാണ്. എന്തായാലും ദേശീയ തലത്തിൽ ബി ജെ പിയെ ചെറുക്കുന്നതിന് വേണ്ടി ഇന്ത്യ സഖ്യം രൂപപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട്. അത് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ എത്രത്തോളം പ്രതിഫലിക്കും എന്നതൊക്കെ വരുന്ന കാലഘട്ടങ്ങളിൽ മാത്രമേ കണ്ടറിയാൻ സാധിക്കുകയുള്ളൂ. ഹരിയാനയെ പോലെയുള്ള ഒരിടത്ത് കോൺഗ്രസ് വീണ്ടും വളർന്നു പന്തലിക്കുമോ, അതിനപ്പുറത്ത് ജെ ജെ പിയെ പോലെയുള്ളവരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൂട്ടുകൂടി അല്ലെങ്കിൽ ഒരുമിച്ച് നിർത്തി അങ്ങനെയായിരിക്കുമോ നേരിടുക. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ രാഷ്ട്രീയ പ്രതിസന്ധി എന്നത് വളരെ ചെറിയ കാലത്തേക്ക് മാത്രം ഉള്ളതാണ്. കാരണം കിരൺ സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാലും ഈ സർക്കാർ തുടർന്നാലും കാലാവധി കഴിയുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇടയിൽ ആണ് ഇങ്ങനെയൊരു പ്രതിസന്ധി ബി ജെ പിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ഈ വിഷയം പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ. ഒരു ചെറിയ വാചകം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. തൽക്കാലത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള പ്രതിസന്ധിയെ ബി ജെ പി മറികടന്നാൽ ബി ജെ പിക്ക് വേണമെങ്കിൽ ഇതിനി ഒരു സർക്കാർ നിലനിർത്താനുള്ള ശ്രമം ഉപേക്ഷിച്ചിട്ട് ഈ സർക്കാർ രാജിവെച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള അത്തരം ഒരു നീക്കത്തിലേക്ക് കൂടി പോകാനുള്ള സാധ്യത കൂടി ബി ജെ പിയുടെ മുന്നിൽ യഥാർത്ഥത്തിൽ ഉണ്ട്. ആ സാധ്യത കൂടിയാണ് ഇപ്പോൾ കിരൺ ബാബു പങ്കുവയ്ക്കുന്നത്. എന്തായാലും നമുക്ക് കിരൺ അടുത്ത വിഷയത്തിലേക്ക് പോകുമ്പോൾ 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രചാരണം മുറുകുകയാണ്. ഇന്നും പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കളും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെല്ലാം വളരെ സജീവമായി തന്നെ കളത്തിലുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടാകുന്നു എന്നത് അത് ബി ജെ പിയെയും ഒരുപോലെ തന്നെ നെഞ്ചിടിപ്പ് ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് 4ാം ഘട്ടത്തിൽ നടക്കാനുള്ളത് 10 സംസ്ഥാനങ്ങളിലെ 96 ലോക്സഭാ സീറ്റുകളിലേക്കാണ്. നമുക്ക് അതിൻ്റെ ഡേറ്റ കൂടി ഒന്ന് പരിശോധിച്ചാൽ ആന്ധ്രാപ്രദേശിൽ 25 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് 4ാം ഘട്ടത്തിൽ. നേരത്തെ സൂചിപ്പിച്ച തെലങ്കാന, അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടായ സംസ്ഥാനമാണ്. തെലങ്കാനയിൽ 17 മണ്ഡലങ്ങളിൽ ആണ് വോട്ടെടുപ്പ് നടക്കാനുള്ളത്. ഒപ്പം ഉത്തർപ്രദേശിൽ 13, മഹാരാഷ്ട്ര 11, മധ്യപ്രദേശ് 8 എന്നിങ്ങനെയാണ് 4ാം ഘട്ടത്തിൽ വിധി എഴുതാൻ പോകുന്നവ എന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ്. നമുക്ക് ഡേറ്റകൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 4ാം ഘട്ടത്തിൻ്റെ ഡേറ്റകൾ ആണ് പ്രേക്ഷകർ കാണുന്നത്. മധ്യപ്രദേശിലെ 8, പശ്ചിമ ബംഗാളിൽ 8, ബീഹാറിൽ 5, ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. കിരൺ, ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള വോട്ടിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുന്നു എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, കിരൺ നേരത്തെ സൂചിപ്പിച്ചു ഹരിയാനയിൽ എന്തായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ 400 എന്ന് NDA സഖ്യം ആവർത്തിക്കുന്നു. ബി ജെ പി 370 എങ്കിലും എന്ന് പറയുന്നു. ഈ വോട്ടിംഗ് ശതമാനം കുറയുമ്പോൾ അടുത്ത ഘട്ടം എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം? അഭിലാഷ്, ഇനി വരാൻ പോകുന്ന ഘട്ടങ്ങളാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം. തുടക്കത്തിലെ ഒരു 2 ഘട്ടത്തിൽ, ആദ്യത്തെ 2 ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് കണ്ടാൽ നമുക്കറിയാം അത് ഇതുവരെയുള്ള ചരിത്രം അല്ലെങ്കിൽ അസാധാരണമായ അട്ടിമറി നടക്കണം, അല്ലെങ്കിൽ സ്വാഭാവികമായും ബി ജെ പിക്ക് അങ്ങനെ ഒരു മേൽക്കൈയുള്ള സ്ഥലങ്ങളിലല്ല നടന്നത്. 3ാം ഘട്ടത്തിലാണ് ബി ജെ പിക്ക് കുറെ കൂടി മേൽക്കൈയുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ്. പക്ഷേ അവിടെ വല്ലാതെ വോട്ടിംഗ് ശതമാനത്തിലൊക്കെ കുറവുണ്ടായിരുന്നു. അത് ഏത് തരത്തിലേക്കാണ്, ആരെയാണ് ബാധിക്കുന്നത്? ഇനി ചിലപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി വരാനും അത് പൂർണ്ണമായി നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. എന്തായാലും വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി വരുന്ന ഘട്ടങ്ങളിൽ ബി ജെ പിയെ സംബന്ധിച്ച്
ഏറ്റവും നിർണായകം ഈ ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് ആന്ധ്രാപ്രദേശിലെ 25 ലോക്സഭാ സീറ്റുകളുണ്ട്. ആ ലോക്സഭാ സീറ്റ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഐക്യാന്ധ്ര ആയിരുന്ന സമയത്ത് തെലങ്കാനയും ആന്ധ്രയുമായിട്ട് ഒരുമിച്ചിരുന്ന സമയത്ത് ഒന്നാം UPA സർക്കാരിനെയും രണ്ടാം UPA സർക്കാരിനെയും നിലനിർത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശായിരുന്നു. വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ നേതൃത്വത്തിൽ എണ്ണം പറഞ്ഞ് സോണിയാഗാന്ധിക്ക് സീറ്റ് കൊടുത്ത സ്ഥലമാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഈ പല കാലത്തും കോൺഗ്രസ് സ്വീകരിക്കുന്ന നയങ്ങൾ, തന്ത്രപരമായിട്ടല്ലാത്ത നയങ്ങൾ, ചിലപ്പോൾ അതിനകത്ത് ധാർമ്മികതയും മറ്റു വിഷയങ്ങളും ഒക്കെ കാണാം. പക്ഷേ അവരുടെ പലപ്പോഴും പൊളിറ്റിക്കൽ ടാക്ടിക്സിൽ അമ്പെ പരാജയപ്പെട്ട നയങ്ങളൊക്കെ സ്വീകരിക്കുന്ന, ബ്ലണ്ടറുകൾ എന്ന് പറയാവുന്ന നയങ്ങളടക്കം സ്വീകരിക്കുന്ന ആളുകൾ കൂടിയാണ്. അങ്ങനെയാണ് ആന്ധ്രാപ്രദേശ് പൂർണ്ണമായും കൈവിട്ടുപോയി. തെലങ്കാന സംസ്ഥാനം പൂർണ്ണമായും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് അവിടെ തെലങ്കാന പോയി എന്ന് പറയുമ്പോൾ പോലും ചന്ദ്രശേഖർ റാവുവിൽ നിന്ന് ഇത്തവണ തിരിച്ചു ഞാൻ ചന്ദ്രശേഖർ റാവുവിന്റെ കയ്യിലേക്ക് പൂർണ്ണമായും പോകുന്നു. ആന്ധ്രാപ്രദേശ് വൈ എസ് രാജശേഖരന്റെ മകന്റെ കയ്യിലേക്ക് പോകുന്നു. അദ്ദേഹമൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യ വിജയമ്മയും മകനും കൂടെ വന്ന് കാണാണ്ടിരിക്കുമ്പോൾ സോണിയാഗാന്ധി അപ്പോയിന്റ്മെന്റ് പോലും കൊടുക്കാത്ത കഥകളും ഒക്കെ അറിയാൻ തരും. അവിടെ നിന്നൊക്കെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു വലിയ തിരിച്ചു ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അതിൽ തെലങ്കാന അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. വലിയ നേട്ടം തന്നെയാണ് തെലങ്കാനയെ സംബന്ധിച്ച്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഒരു കൃത്യമായ ചലനം ഉണ്ടാക്കും, രേവണ്ണ ഇമ്പാക്ട് ഉണ്ടാകുമെന്നൊക്കെയുള്ള തരത്തിലും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും അതിനുള്ള സാധ്യത അഭിലാഷ് കൂടുതലാണ്. കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തെലങ്കാന സംസ്ഥാനത്തെ സംബന്ധിച്ചും കർണാടകയെ സംബന്ധിച്ചും, ഈ രണ്ട് സംസ്ഥാനങ്ങൾ സാധാരണ കോൺഗ്രസിന്റെ കഴിഞ്ഞ കാലങ്ങളൊക്കെ അധികാരത്തിൽ വന്നാൽ അധികാരത്തിന്റെ പിറ്റേ ദിവസം മുതൽ അധികാര തർക്കങ്ങളും കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ, വകുപ്പ് തർക്കങ്ങൾ, ഇങ്ങനെ നിരന്തരമായ തർക്കങ്ങളുടെ ഒരു പാർട്ടിയാണ്. അത് കോൺഗ്രസിന്റെ ശീലമാണ്. പക്ഷെ ആ ശീലത്തിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് കർണാടകയിലായാലും തെലങ്കാനയിലായാലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ ഒരു ഭരണമാണ് നിൽക്കുന്നത്. അവർ പറഞ്ഞ വാഗ്ദാനങ്ങളടക്കം തുടക്കത്തിൽ ഒന്നാം ദിവസം മുതൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് തെലങ്കാനയെ സംബന്ധിച്ചും കർണാടകയിലായാലും തെലങ്കാനയിലായാലും കോൺഗ്രസ് സർക്കാരുകൾക്ക് ഇതുവരെ ജനപ്രീതി ഇടിയുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ പതിവ് ശീലമായ ആഭ്യന്തര തർക്കങ്ങളും ഈ രണ്ട് സംസ്ഥാനങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ രണ്ടിടത്തും അവർ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയെ നേരിടാൻ വേണ്ടി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയെ തന്നെയാണ് കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. ആ സഹോദരിയും അമ്മയും ഇപ്പോൾ വൈഎസ്ആറിന്റെ ഭാര്യയും മകളും ഒരു ഭാഗത്ത് കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്നു, മറുഭാഗത്ത് മകൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരെ ഈ മൂന്ന് പേരും ഒരുമിച്ച് നിന്ന് പോരാടിയാണ് നേടിയെടുത്തത്. ആ സ്ഥാനത്താണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. BJPയെ സംബന്ധിച്ച് BJP അവിടെ TDPയുടെ സഹായത്തോടുകൂടി, അവിടെ ചന്ദ്രബാബു നായിഡുവിന്റെ സഹായത്തോടുകൂടി BJP നിൽക്കുന്നു. BJP വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ആന്ധ്രാപ്രദേശ്. കഴിഞ്ഞ തവണ ആന്ധ്രാപ്രദേശിൽ BJPക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ BJPക്ക് അങ്ങനെ വേരില്ലാത്ത ഒരു സ്ഥലമല്ല, BJPക്ക് വലിയ സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെയാണ് TDPയെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് TDP-BJP സഖ്യം, അത് BJP അവിടെ ഒരു നേട്ടം ഉണ്ടാക്കാനുള്ള പ്രതീക്ഷ. നമുക്ക് ഈ ഘട്ടത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സിബി സത്യൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ സിബി സത്യൻ, ഇവിടെ ഇപ്പോൾ ഈ ആന്ധ്രാപ്രദേശും തെലങ്കാനയും അവിടെ രേവന്ത് റെഡ്ഡി തിരിച്ചുപിടിച്ചു, അല്ലെങ്കിൽ തിരിച്ചുപിടിച്ചു എന്ന് പറയാൻ സാധിക്കില്ല അല്ലെ, സാങ്കേതികമായി തെലങ്കാന രൂപീകൃതമായതിനു ശേഷം മറ്റൊരു സർക്കാർ ഉണ്ടാകുന്നത് ആദ്യമായാണ്. പക്ഷേ ആ രേവന്ത് റെഡ്ഡിയുടെ ഒരു ഇമ്പാക്ട് ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നു. ഒപ്പം ആന്ധ്രാപ്രദേശിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കിരൺ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടം എന്നത് ഇന്ത്യ സഖ്യത്തിനോ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്കോ BJPക്കോ ഏത് തരത്തിൽ നിർണായകമാകുന്നു എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇത് വളരെ രസകരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ആക്ച്വലി ഈ ഇലക്ഷന് മുമ്പുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം, അതായത് നിരവധി TV സർവേകൾ മുന്നോട്ട് വെച്ച ഒരു ആത്മവിശ്വാസം, 400, 450, 373 തുടങ്ങിയ സീറ്റുകളൊക്കെ മുന്നോട്ട് വെച്ച ഒരു ആത്മവിശ്വാസം സത്യത്തിൽ BJPക്ക് ഇപ്പോഴുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം വളരെ കൃത്യമായ തയ്യാറെടുപ്പുകളോടെയാണ് ഇത്തവണത്തെ ഇലക്ഷനെ BJP നേരിടാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാമജന്മഭൂമി പ്രശ്നം വീണ്ടും സജീവമായി നിലനിർത്താൻ വേണ്ടിയിട്ട് അതിന്റെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം പണി തീരുന്നതിന് 2 വർഷം മുമ്പ് തന്നെ വളരെ വലിയ ഒരുക്കങ്ങളോടെ നടത്തി. അതായത് ഇലക്ഷന് 3-4 മാസം മുമ്പ് തന്നെ നടത്തി. അതിനുശേഷം CAA നിയമം വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുമെന്നതിനോട് ചേർന്ന് പ്രഖ്യാപിച്ചു. ചുരുക്കത്തില് BJPക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ചു വെക്കുകയും എല്ലാ അഭിപ്രായ സർവേകളും പലതരത്തിൽ അനുകൂലമാക്കുകയും ചെയ്ത ശേഷം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തുടങ്ങിയ BJPക്ക് നമ്മളിപ്പോ നോക്കുമ്പോൾ
സത്യത്തിൽ അത്ര കണ്ട് ആത്മവിശ്വാസം ഉണ്ടോ എന്ന് സംശയമുണ്ട്. നമ്മൾ 373, 350, 325 തുടങ്ങിയ സീറ്റുകളെ പറ്റിയിട്ട് വീണ്ടും 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 അവര് തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ മുൻകാല എല്ലാ ഇലക്ഷനുകളിലും എല്ലാ നിരീക്ഷകരും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും അജണ്ട നിശ്ചയിച്ചിരുന്നത് BJP ആയിരുന്നു. BJP മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ടയ്ക്ക് അനുസരിച്ചാണ് ചുരുക്കത്തിൽ ഒരു മൊത്തത്തിലെ തെരഞ്ഞെടുപ്പ് അജണ്ട മുന്നോട്ട് നീങ്ങിയിരുന്നത്. അതായത് ഇത്തവണ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. BJP മുന്നോട്ട് വെക്കുന്ന അജണ്ടകൾ ഒന്നും പച്ച പിടിക്കുന്നില്ല. ചുരുക്കത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പോലും പല സ്ഥലങ്ങളിലും പച്ചയായ വർഗീയത, പച്ചയായ മതവൈര്യം പച്ചയ്ക്ക് പറയുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട്. ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു BJPക്ക് ഒരു അജണ്ട ഫിക്സ് ചെയ്യാനുള്ള ഒരു ശേഷി, അതായത് ഇപ്പോൾ ഈ രാമക്ഷേത്രം അല്ലെങ്കിൽ പാർലമെന്റ് മന്ദിരത്തിലെ സെങ്കോൽ, അങ്ങനെ പുതിയ പാർലമെന്റ് മന്ദിരം, അങ്ങനെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു അജണ്ട, ആ അജണ്ടകൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അതെ. അതുപോലെ സിബി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി, സിബിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പരിചിതമായ സംസ്ഥാനം, രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ഉള്ളുകളി അടക്കം അറിയാവുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണെന്ന് തോന്നുന്നു. മഹാരാഷ്ട്രയിൽ യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ഈ ഘട്ടത്തിൽ 11 മണ്ഡലങ്ങളെ തെരഞ്ഞെടുപ്പ് കൂടി മഹാരാഷ്ട്രയിൽ വരികയാണ്. ഏറ്റവും കൂടുതൽ ഏത് തരത്തിലേക്ക് പോകുമെന്ന് സാധാരണഗതിയിൽ പ്രവചിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലം കൂടിയാണ്. ആർക്കാണ്, ശരത് പവാറിനാണോ ശക്തി ഉണ്ടാകുന്ന, അജിത് പവാറിനാണോ ശക്തി എന്ന് ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് ശിവസേനയുടെ ഭാഗത്തിലും ഇത് തന്നെയാണ്. ഇതിൽ ആർക്കാണ് കൂടുതൽ ശക്തി എന്നുള്ള ഭാഗം ശിവസേനയുടെ നിൽക്കുന്നു. അതിൽ BJP ആരുടെ കൂടെ ചേർന്ന് അതുകൊണ്ട് നേട്ടമുണ്ടാകുമോ, കോൺഗ്രസിന് എത്രത്തിൽ നേട്ടമുണ്ടാകും? ഈ 11 മണ്ഡലങ്ങളെ തെരഞ്ഞെടുപ്പ് അത് പ്രത്യേകിച്ച് അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കിരൺ, നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ 48 മണ്ഡലങ്ങളാണ് മൊത്തത്തിൽ മഹാരാഷ്ട്രയിലുള്ളത്. അതിൽ 24 ഈ 11 കൂടി ആകുമ്പോൾ 24 മണ്ഡലങ്ങളുടെ ഇലക്ഷൻ അവസാനിക്കുകയാണ്. അപ്പം മൊത്തത്തില് പകുതി മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഓൾമോസ്റ്റ് പൂർത്തിയാകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന ഒരു ഗ്രാമീണ മേഖലകളിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു മോദി തരംഗം മഹാരാഷ്ട്രയിലില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും വളരെ ശക്തമായിട്ട് കേന്ദ്രത്തിലെ BJPക്ക് വോട്ട് ചെയ്ത ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര, അല്ലെങ്കിൽ BJP ശിവസേന സഖ്യത്തിന് വോട്ട് ചെയ്ത ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കഴിഞ്ഞ തവണ 48 സീറ്റുകളിൽ 41 എണ്ണവും അവർ തന്നെയാണ്. ഒരെണ്ണം സ്വതന്ത്രനും ഒരെണ്ണം OICയുടെ പാർട്ടിയും എടുത്തു കഴിഞ്ഞാൽ ബാക്കി വളരെ പരിമിതമായ സീറ്റ്, കോൺഗ്രസിന് ഒരെണ്ണേ ഉള്ളൂ, NCPക്ക് 4 ഉള്ളൂ. അങ്ങനെ ആ തരത്തിലേക്ക് മാറിപ്പോയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണ. എന്നാൽ അതിൽ നിന്ന് നമ്മൾ ഇത്തവണ നോക്കുമ്പോൾ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഈ പറഞ്ഞ പോലെ വളരെ തീർത്തും നശിച്ചുപോയി എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് നിന്ന് NCPയും കോൺഗ്രസും ഒക്കെ ഉയർത്തെഴുന്നേറ്റത്. അപ്പൊ അവിടുന്ന് ശരിക്കും പറയാൻ നിലംപരിശായി പോയി എന്ന് എല്ലാവരും വിചാരിച്ചിരുന്ന ഒരു സ്ഥലത്തുനിന്ന് അതിശയകരമായ ഒരു തിരിച്ചുവരവിനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വെറും 6-8 മാസത്തിനുള്ളിലാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടതാണ് വളരെ വിചിത്രമായ ഒരു സഖ്യം രൂപപ്പെടുന്നു മഹാരാഷ്ട്രയിലെ. മഹാവികാസ് അഘാഡി എന്ന പേരിൽ ഒരു പുതിയ മിനിമം പ്രോഗ്രാം ഉണ്ടാകുന്നു, ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാകുന്നു. ആ പ്രോഗ്രാമിൽ ഇന്ന് ഒരിക്കലും ഒത്തുചേരില്ല എന്ന് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന NCPയും കോൺഗ്രസും ശിവസേനയും ഒത്തുചേർന്നിട്ട് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നു. ആ ഗവൺമെന്റ് 100 ദിവസം തികയ്ക്കില്ല എന്ന് എല്ലാവരും പറയുമ്പോൾ തന്നെ അത് ഏതാണ്ട് 2 വർഷത്തോളം പിന്നിടുന്നു. പിന്നീട് അതിഭയങ്കരമായ പിളർപ്പ് നടത്തിയിട്ട് ഭയങ്കരമായ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിലൂടെ ശിവസേനയെ പിളർത്തി ഷിൻഡയെ കൊണ്ടുവന്നിട്ട് പുതിയ മുഖ്യമന്ത്രിയാക്കുന്നു. പിന്നീട് ഷിൻഡയുടെ ഭീഷണിയോ അല്ലെങ്കിൽ അപ്രമാദിത്വമോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശിവസേനയെ പിളർത്തി അജിത് പവാറിനെ പുറത്തു കൊണ്ടുവന്നിട്ട് ഉപമുഖ്യമന്ത്രിയാക്കുന്നു. ചുരുക്കത്തില് വളരെ 4 വർഷം മുമ്പ് എങ്ങനെയുള്ള രാഷ്ട്രീയമായിരുന്നു വളരെ വ്യത്യസ്തമായ ഒരു ചിത്രം മുന്നോട്ട് വെച്ചിട്ടാണ് ഈ മഹാരാഷ്ട്രയിലെ ഇപ്പം സ്ഥിതികൾ നിലനിൽക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഗ്രാമീണ മേഖലകളിലായാലും നഗരമേഖലകളിലായാലും സെമി അർബൻ ഏരിയകളിലായാലും BJP മുൻകാലങ്ങളിൽ മുന്നോട്ട് വെച്ച ഒരു വികസന അജണ്ട അല്ലെങ്കിൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു നയം എന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് മഹാരാഷ്ട്രീയൻ പ്രൈഡിന് മുറിവ് പറ്റി എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് NCP ആയാലും ശിവസേന ആയാലും ഈ മഹാരാഷ്ട്രയിലെ പാർട്ടികളാണ്. അപ്പം അതിന്റെ അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. യഥാർത്ഥത്തിൽ ഈ മഹാരാഷ്ട്രയുടെ പ്രൈഡ് എന്ന് പറഞ്ഞപ്പോൾ ശിവജി അടക്കമുള്ള വിഷയങ്ങളിലെല്ലാം എടുത്തു കഴിഞ്ഞാൽ പണ്ടുകൊണ്ടേ മഹാരാഷ്ട്ര രാഷ്ട്രീയം അങ്ങനെയാണ്. ഈ NCPയുടെയും യഥാർത്ഥ NCP എന്ന് പറയാൻ കഴിയില്ല, ഇപ്പോഴത്തെ NCP രൂപീകരിച്ച ശരത് പവാറിന്റെ പാർട്ടിക്കും അതോടൊപ്പം തന്നെ ശിവസേനയ്ക്കും ഈ 2 പാർട്ടികൾക്കും അവർ മുന്നോട്ട് വെക്കുന്ന അജണ്ടയെ മറികടക്കാൻ വേണ്ടി ഉള്ള ലക്ഷ്യത്തിലൂടെയാണോ ഈ മഹാരാഷ്ട്ര പ്രൈഡ് ഇപ്പോൾ ആവർത്തിച്ച് BJP നേതാക്കളടക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്? മഹാരാഷ്ട്ര വളരെ സെൻസിറ്റീവ്, പലതരത്തിൽ പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായ ഒരു സംസ്ഥാനമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലത്ത് ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ
സുൽത്താൻമാർ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു കാലത്ത് മധ്യ ഇന്ത്യയിൽ നിന്നും ഒരു ഇന്ത്യയുടെ ഭൂരിപക്ഷം ഭാഗങ്ങളും അധീനതയിലാക്കി നിന്ന ഒരു ഹിന്ദു രാജാവ് എന്ന നിലയ്ക്ക് ശിവാജിയെ വളരെ ഗംഭീരമായ ചരിത്രപുരുഷനായി കാണുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതേപോലെ തന്നെ നമുക്കറിയാം എന്തെല്ലാം തർക്കങ്ങൾ ഉണ്ടെങ്കിലും സവർക്കർ എന്ന് പറയുന്ന ആളിനെ മാപ്പ് എഴുതി കൊടുത്ത് പുറത്തുപോയി എന്ന് ആൾക്കാരൊക്കെ കളിയാക്കുമെങ്കിലും സവർക്കറെ ഇതേവരെയും മുഖ്യധാരയിൽ നിന്ന് മഹാരാഷ്ട്രക്കാർ പുറത്താക്കിയിട്ടില്ല. കാരണം അവരുടെ ഒരു പ്രൈഡിന്റെ ഭാഗമാണ്, അവരുടെ ഒരു സൈക്കോളജി അങ്ങനെയാണ്. ബാൽ ഠാക്കറെ അവർക്ക് പ്രിയങ്കരനാകുന്നത് ഇതേ പ്രൈഡ് ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഷാഹു മഹാരാജ് എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടുത്തെ പ്രിയങ്കരനാവുന്നത് അതിന്റെ തന്നെ ഭാഗമാണ്. ഉദയരാജ ഭോസലെ കഴിഞ്ഞ സാംഗ്ലിയിൽ ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും വിജയിക്കുന്നത്, ചോദ്യം ചെയ്യാൻ ആളില്ലാതെ വിജയിക്കുന്നത് അദ്ദേഹം ശിവാജിയുടെ പിന്മുറക്കാരനായതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു പ്രൈഡ്, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ സംഭവങ്ങളും വളരെ കൃത്യമായിട്ട് ഉള്ളിലുള്ള ഒരു സ്ഥലമാണ്. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബോംബെ ഒരു പ്രത്യേക പ്രോവിൻസ് ആക്കി നിലനിർത്താനുള്ള ഒരു ശ്രമം അന്ന് ഉണ്ടായപ്പോൾ അതിനെതിരെ സംയുക്ത മഹാരാഷ്ട്ര പ്രക്ഷോഭം നടത്തിയിട്ട് അതിനകത്ത് ഏതാണ്ട് 9 പേരോളം മരിക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ഒരു മഹാരാഷ്ട്രീയൻ പ്രൈഡ് എന്ന് പറയുന്നത് ഭയങ്കര ശക്തമാണ് ഇവിടുത്തെ ആൾക്കാർക്കിടയിൽ. അതുകൊണ്ട് തന്നെയാണ് മണ്ണിന്റെ മക്കൾ വാദം ഉയർത്തിയിട്ട് ബാൽ ഠാക്കറെ ശിവസേന രൂപീകരിച്ചപ്പോൾ അതിന് ഇത്രയും വലിയ സ്വീകാര്യത ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായത്. കാരണം ആ പ്രൈഡ് ഭയങ്കര സംഭവമാണ്. ഇപ്പം ഒരു പരിധി വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൈഡിനെ, അതായത് മഹാരാഷ്ട്രയുടെ സ്വന്തം എന്ന് പറയുന്ന 2 പാർട്ടികളെയാണ് BJP തകർത്ത് കളഞ്ഞത്. ഒന്ന് കാരണം വെച്ചാൽ കഴിഞ്ഞ ഒരു 50-60 വർഷങ്ങളായിട്ട് വല്ല പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. മഹാരാഷ്ട്രയിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ NCPയും ശിവസേനയും, ഈ 2 പാർട്ടികളെ നെടുകെ എന്നല്ല ഭൂരിഭാഗവും ജനപ്രതിനിധികളുടെ കണക്കെടുത്താൽ അപ്പുറത്ത് നിർത്തിക്കൊണ്ട് തന്നെ പിളർത്തിയാണ് BJP 2 പാർട്ടികളെയും ഒരു വരുതിയിലാക്കിയത്. പക്ഷേ ഇനിയാണ് ഈ തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ ആരാണ് കരുത്തർ, NCPയിൽ ആരാണ് കരുത്തർ, ശിവസേനയിൽ ആരാണ് കരുത്തർ എന്നെല്ലാം തീരുമാനിക്കേണ്ടത്. റൈറ്റ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ അവസാനിപ്പിക്കേണ്ട സമയം ആയിരിക്കുന്നു. എന്തായാലും കിരൺ, ഇന്ന് നമ്മൾ പ്രധാനമായും പരിശോധിച്ചത് ഹരിയാനയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന ചില സംസ്ഥാനങ്ങളുമാണ്. പക്ഷേ 10 സംസ്ഥാനങ്ങൾ, അതായത് 9 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശവും, കശ്മീരിലെ ഒരു മണ്ഡലത്തിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ മണ്ഡലങ്ങളെ സംബന്ധിച്ച് വിശദമായി തന്നെ നമുക്ക് മാത്രമല്ല ഹരിയാനയും മിക്കവാറും തീർച്ചയായും സിബി സത്യൻ, വളരെയധികം നന്ദി. താങ്കളെ ഇനിയുള്ള ദിവസങ്ങളിലും പ്രതീക്ഷിക്കുകയാണ്. ഗ്രാൻഡ് ഫിനാലെ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi.